വയനാട്ടിൽ നിന്നാണ്. നമുക്കറിയാം, വയനാട്ടിൽ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യ അത് രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ആത്മഹത്യ കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ചില നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം KPCC സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ഈ സമിതി ഇന്ന് വയനാട്ടിൽ ഉണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതി NM വിജയന്റെ കുടുംബമടക്കം ഉന്നയിച്ച ആരോപണം പരിശോധിക്കും. M. ലിജു, TN പ്രതാപൻ, സണ്ണി ജോസഫ് എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. വിജയന്റെ മരണത്തിന് കാരണം സാമ്പത്തിക ബാധ്യത ആണോ എന്ന് പരിശോധിക്കുന്ന വിജിലൻസ് സംഘവും ഇന്ന് വരും ദിവസങ്ങളിൽ IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLAയുടെ മൊഴിയെടുക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാർ. അനീഷ്, ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, CPMന്റെ പല ബാങ്കുകളിലും ഇത്തരം തട്ടിപ്പുകൾ, ആത്മഹത്യകളൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം വയനാട്ടിലുണ്ടായിരിക്കുന്നു. അതിൽ ഈ MLA അടക്കം പേര്, കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പേര് ഉൾപ്പെടെയുള്ള ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചിരിക്കുന്നു. അന്വേഷണം നടക്കുന്നുണ്ട്. എത്ര ഗൗരവമുള്ള ഒരു സംഭവമായി ആണ് ഇത്? ഏത് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, വലിയ പ്രതിരോധത്തിലേക്കാണ് കോൺഗ്രസ് മാറിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കണ്ണൂരിലെ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യ വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചവരാണ് കോൺഗ്രസ്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹിയും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത് ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ അടക്കം പേരെഴുതി വെച്ച് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട നടന്ന ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി ഒരു ആത്മഹത്യാക്കുറിപ്പ് കൈമാറിയിട്ടും KPCC അധ്യക്ഷന് ഈ കത്ത് അയക്കുകയും ചെയ്തിട്ട് പോലും അതിൽ യാതൊരു നടപടികളും ഉണ്ടാവാത്തത് വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു സബ് കമ്മിറ്റിയെ, KPCC ഉപസമിതിയെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ നിയോഗിച്ചിരുന്നു. ആ സബ് കമ്മിറ്റി ഇന്ന് വയനാട്ടിൽ എത്തുകയും ഈ ജില്ലാ കോൺഗ്രസിലെ നേതാക്കളോട് ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായും അവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനുശേഷം NM വിജയന്റെ കുടുംബത്തിന് ഇക്കാര്യത്തിൽ തികഞ്ഞ അതൃപ്തിയുണ്ട്. കാരണം ഈ കത്ത് തങ്ങളുടെ കൈവശം ഉണ്ടായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇക്കാര്യങ്ങൾ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടും യാതൊരു നടപടികളും മറുവശത്തൊന്നും ഉണ്ടായില്ല. ഒപ്പം മറ്റ് കാര്യങ്ങൾ മൂലമാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ മൂലമാണ് NM വിജയൻ ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന ആരോപണം അവർ മുന്നോട്ട് വെക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അത് പൊതുസമക്ഷത്തേക്കും പോലീസിനും ഈ കത്തുകൾ കൈമാറുന്നതിനുള്ള തീരുമാനം കുടുംബമെടുക്കുകയും കൈമാറുകയും ചെയ്തത്. എന്തായാലും IC ബാലകൃഷ്ണൻ MLAക്കും ND അപ്പച്ചനടക്കമുള്ള നേതാക്കൾക്കുമെതിരെ കടുത്ത വിമർശനങ്ങൾ, അവർക്ക് ഈ സാമ്പത്തിക ക്രമക്കേടുകളിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കത്താണ് പുറത്തു വന്നത്. കേവലം ഒരു കത്ത് എന്ന രീതിയിൽ അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായിരുന്നു NM വിജയൻ. അവിടെ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള നേതാവായിരുന്നു. ഒപ്പം ട്രഷറർ എന്ന രീതിയിൽ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ധനസമാഹരണവും ക്രയവിക്രയവും ഒക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ് NM വിജയൻ. അതുകൊണ്ട് അദ്ദേഹം വാങ്ങുന്ന പണം, അല്ലെങ്കിൽ അദ്ദേഹം എവിടുന്നെങ്കിലും കൈപ്പറ്റിയ പണം കേവലം വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുകയുമില്ല. ഏതാണ്ട് 2019 ഈ വിഷയം നേരത്തെ ചർച്ചയായി വന്നതാണ്. അന്നും ഈ സഹകരണ ബാങ്ക് നിയമനത്തിനായി കോടികൾ കൈപ്പറ്റിയ ശേഷം ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാൻ കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട് എന്ന് ആരോപണം വന്നിരുന്നു. അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വിവാദമായ സാഹചര്യത്തിൽ KPCC അന്നും ഇതുപോലൊരു അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിൽ ഇത്തരത്തിൽ യാതൊരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് യാതൊരു പങ്കുമില്ല എന്നൊരു നിഗമനത്തിൽ ആ അന്വേഷണം എത്തിച്ചേരുകയുമായിരുന്നു. എന്നാൽ പിന്നീട് അന്വേഷണം അങ്ങനെ എത്തുമ്പോഴും ഈ സാമ്പത്തിക ബാധ്യതകൾ പൂർണ്ണമായും NM വിജയന്റെ ശിരസിലേക്ക് വരുന്ന ഒരു സാഹചര്യം. പണം നൽകിയ ആളുകൾ ആ പണം ചോദിച്ച് നിരന്തരം വിജയനെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം. അദ്ദേഹം കുറച്ചധികം പണം ഇത്തരത്തിൽ മടക്കി നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടാത്ത തരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വഷളാവുന്നു. വീടടക്കം വിറ്റ് ഈ ബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുന്നു. ഓരോ കോൺഗ്രസ് നേതാക്കളോടും IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരോട് പലവട്ടം ഈ പണം സമാഹരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടക്കാതെ വരുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജീവിതം പൂർണ്ണമായും വഴിമുട്ടിയപ്പോഴാണ് അദ്ദേഹം മരണം തെരഞ്ഞെടുത്തതെന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കത്തുകൾ പുറത്തു വന്ന ശേഷവും ഈ കത്തിന്റെ ഒരു ജെനുവിനിറ്റിയെക്കുറിച്ച്, അല്ലെങ്കിൽ അത് എത്രമാത്രം യഥാർത്ഥമാണ് എന്നതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവും K സുധാകരനും ഒക്കെ അടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും കുടുംബം ഇപ്പോൾ കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. KPCC ഉപസമിതി ഇന്ന് 10 മണിക്ക് കൽപ്പറ്റയിലെ DCC ഓഫീസിൽ ആദ്യം എത്തും. അവിടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലുള്ള NM വിജയന്റെ വീട്ടിലെത്തി മകനും ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും. അനീഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നലെയും
നമുക്കറിയാം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ നമുക്ക് വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കോൺഗ്രസുമായി അടുപ്പമുള്ള കുടുംബമാണ്. പക്ഷെ അവർ കോൺഗ്രസ് പാർട്ടിക്കെതിരെ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ KPCC അധ്യക്ഷരടക്കം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന പരാതി കുടുംബത്തിനുണ്ട്. അപ്പോൾ ഈ സമിതിയുമായി പൂർണ്ണമായും സഹകരിക്കാനുള്ള സാധ്യത കുടുംബത്തിന്റെ ഭാഗത്തുണ്ടാകുമോ അതോ വിട്ടുനിൽക്കുമോ, മറ്റ് നിയമപരമായ മറ്റ് അന്വേഷണ വഴികൾ തേടുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കുടുംബത്തിന്റെ ഒരു വികാരം എന്താണ്? അക്കാര്യത്തിലൊരു തീരുമാനം കുടുംബം അല്പസമയത്തിനകം പറഞ്ഞേക്കും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ അന്വേഷണം നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ KPCC ഉപസമിതിയെ നിയോഗിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ സംരക്ഷിച്ചാണ് രംഗത്തെത്തുന്നത്. അദ്ദേഹം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനൊരു പിഴവ് വരില്ല, ഈ പിഴവ് വന്നാൽ നേരത്തെ കാര്യങ്ങൾ പുറത്തു വരേണ്ടതല്ലേ എന്ന തരത്തിലൊക്കെ പറയുമ്പോൾ ഒരു മുൻവിധി ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ K സുധാകരൻ എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം VD സതീശനാണ് അടുത്ത UDF രാഷ്ട്രീയത്തിലെ കരുത്തനായാൽ. അദ്ദേഹവും പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നതിൽ ചില മഷി മാറ്റമുണ്ട്, അല്ലെങ്കിൽ കൈക്ഷത്തിൽ മാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കത്തിന്റെ ഒരു ആധികാരികത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിലെ രണ്ട് പ്രധാന നേതാക്കളും ഈ കത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ സത്യസന്ധതയെ അകമഴിഞ്ഞ് വിശ്വസിക്കുമ്പോൾ ഏതു തരത്തിലുള്ള നീതി പാർട്ടി തല അന്വേഷണത്തിൽ നിന്നും ഉണ്ടാകും എന്നൊരു സംശയം തന്നെ കുടുംബത്തിനുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അവർ ഈ IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും ഈ കത്തിൽ പരാമർശിക്കുന്ന മറ്റുള്ളവരിൽ നിന്നുമൊക്കെ മൊഴിയെടുക്കും. അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണം ആരംഭിച്ചപ്പോഴും പോലീസ് ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും അത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പ്രകടമായി തന്നെ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മറ്റ് തടസ്സങ്ങളില്ല. ഒരു ബാങ്കല്ല, 4 ബാങ്കിലെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരും എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും രണ്ട് കാര്യത്തിൽ കോൺഗ്രസ് വലിയ വെട്ടിലേക്ക് നീങ്ങുകയാണ്. കാരണം കരുവന്നൂരടക്കം ശരി അനീഷ്, ശരി അനീഷ് വിശദമായി തന്നെ അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും ഉപസമിതി വയനാട്ടിലുണ്ട് എന്നുള്ളതാണ് വിവരം. നമുക്ക്